ഇനിയിപ്പോൾ നിയമസഭാ ഇലക്ഷനൊക്കെ വരാനിരിക്കുകയാണല്ലോ. അപ്പോൾ ആര് ജയിക്കും എന്നുള്ളത്, ജനങ്ങൾ ആർക്കൊപ്പം ആയിരിക്കും എന്നുള്ളതാണ് ഇത്രയും നാൾ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ എന്താ തോന്നുന്നത്? അത് ഇടതുപക്ഷത്തിന് തന്നെയാണ് അടുത്ത പ്രാവശ്യം സാധ്യത. അതിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ നമ്മൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിദാരിദ്ര്യം നമ്മൾ തുടച്ചു നീക്കി. സത്യത്തിൽ ഇടതുപക്ഷം തന്നെയാണ് അധികാരത്തിൽ വരാൻ പോകുന്നത്. കാരണം വലതുപക്ഷത്തിന് സാധ്യതകളും അല്ലാതെ കുറഞ്ഞിരിക്കുന്നു. കാരണം അവർ ഇപ്പോഴും ജയിച്ചാൽ ആര് മുഖ്യമന്ത്രി ആവും എന്നുള്ള ചർച്ചയിലാണ്. യുവജനങ്ങളാണെങ്കിൽ അത് നമുക്ക് പുറത്തു പോലും ചർച്ച ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പല പ്രശ്നങ്ങളിലും ചെന്ന് ചാടി ഉള്ളവർ പോലും തലയിൽ മുണ്ടിട്ട് നടക്കുന്ന സാഹചര്യത്തിലാണ് UDF കോൺഗ്രസ്സിലെ ആളുകൾ നടക്കുന്നത്. യൂത്ത് ഫ്രണ്ടിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഇടതുപക്ഷ യുവജന സംഘടനകളുടെ എല്ലാവരും ക്രോഡീകരിച്ചുള്ള ഒരു ഇടതുപക്ഷ യുവജന സംഘടനകളുടെ ഒരു LDYF എന്ന് പറഞ്ഞൊരു സംഘടന, അതിൻ്റെ വൈസ് ചെയർമാനായിരുന്നു. അപ്പോൾ ആ കാലത്ത് നമുക്കറിയാം ഇടതുപക്ഷ സംഘടനകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ ഞാൻ നോക്കി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ മെഡിക്കൽ കോളേജുകളിൽ ചോറ് കൊടുക്കുന്നത് വളരെ പുച്ഛത്തോടും പരിഹാസത്തോടും മറ്റുള്ളവർ കാണുന്ന ഒരു കാര്യമാണത്. പക്ഷേ നമുക്ക് ചിന്തിക്കാൻ പറ്റും, എത്ര വീടുകളിൽ നിന്നാണ് ചോറ് എത്തിച്ചിട്ട് ഓരോ ദിവസവും അവർ അവിടെ കൊടുക്കുന്നത്. അതൊരിക്കൽ മേടിച്ച് ഭക്ഷിച്ച ആൾക്ക് ഒരിക്കലും ഇടതുപക്ഷത്തിന് വോട്ട് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. വോട്ടൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഇത് ചെയ്യുന്നത്. പക്ഷേ ഒരു വയറ് നിറയുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സന്തോഷം വളരെ വലുതാണ്. ആ രീതിയിൽ ജീവിക്കുന്നവർക്ക് അതിനെക്കുറിച്ച് നല്ല ധാരണകളുണ്ടാവും. പിന്നെ ഇടതുപക്ഷത്ത് ഭരണത്തിന് വന്നതിന് ശേഷം നിരവധി സ്ത്രീകൾക്ക്, കുടുംബിനികൾക്ക് പല പല തൊഴിലിടങ്ങളിലും തൊഴിൽ ലഭിച്ചു. ആ ഒരു സാഹചര്യം, നമ്മുടെ സാമ്പത്തിക നില വേറൊരു തലത്തിലേക്ക് മാറി കുടുംബങ്ങളുടെ. മറ്റേത് ഒരു പുരുഷൻ ജോലി ചെയ്യുന്നു, വീട്ടുജോലി എടുത്ത് സ്ത്രീ, അങ്ങനെയുള്ള ഒരു ഇതിന്ന് മാറി ഇപ്പം എല്ലാവരും തുല്യതയിൽ ജീവിക്കുന്നു. നല്ലൊരു രസമായിട്ടുള്ളൊരു ജീവിതം എല്ലാവർക്കും കാഴ്ചവെക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ 30 രൂപയ്ക്ക് ചോറ്. ഞാനിപ്പോൾ പണ്ട് വീട്ടിൽ നിന്ന് ചോറ് ചോറ്റും പാത്രത്തിലാക്കി കൊണ്ടുപോയായിരുന്നു പണിക്ക് പോകുമ്പോൾ ചെയ്തിരുന്നത്. ഇപ്പോൾ 30 രൂപ ചോറ് കിട്ടുന്ന ഇടങ്ങളിൽ പോയി 30 രൂപയ്ക്ക് ചോറ് കഴിക്കുകയാണ്. വളരെ സ്വാദിഷ്ടമായ ഭക്ഷണം 30 രൂപയ്ക്ക്. അതായത് നമ്മൾ രാവിലെ ചായ കുടിക്കുന്നത് 2 കടിയും ചായയും കുടിച്ചു കഴിഞ്ഞാൽ 40 രൂപയാവും. ആ സ്ഥാനത്ത് ഉച്ചക്കാലത്തെ ഭക്ഷണം 30 രൂപയ്ക്ക് നമുക്ക് കഴിക്കാൻ പറ്റുന്നു. വയറ് നിറച്ച് സമൃദ്ധിയോടെ കഴിക്കാൻ പറ്റുന്നു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, പറഞ്ഞാൽ തീരാത്ത അത്രയും നല്ല കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ വളരെ എഫക്റ്റീവായിട്ട് ജനങ്ങൾക്ക് ഉപകാരമുള്ള രീതിയിൽ ചെയ്യാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്.